എൻ്റെ അമ്മ നിങ്ങൾ കുർച്ചി സ്കൂളിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് ഞങ്ങൾക്ക് കത്തോലിക്കർക്ക് ബൈബിൾ ഇല്ലാത്ത കാലമാണ്. ഞങ്ങൾക്ക് ബൈബിളില്ല. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ കൂട്ടുകാരി, എനിക്ക് തോന്നുന്നത് കേളച്ചന്ദ്രയിലെ ജോളി ടീച്ചറാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മയാണ്. ടീച്ചർ എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ബൈബിളും വേറൊരു ബൈബിൾ വേറെ മറിയാമ്മ ടീച്ചർ, ടീച്ചറിന്റെ വീട്ടുകാർ എനിക്ക് മറന്നുപോയി, പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു മറിയാമ്മ ടീച്ചർ. അവിടെയൊക്കെ ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന കക്ഷിയാണ്. ഈ ബൈബിള് ജോളി ടീച്ചറാണ് കൊടുത്തത്. ബൈബിള് അമ്മ എനിക്കും ഉണ്ടതാണ്, നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് യാത്ര പോകുമ്പോൾ നിർബന്ധമായും ബാഗിനുള്ളിൽ ബൈബിൾ ഉണ്ടാവണം, അതാണ് അമ്മയുടെ ഒരു നിർബന്ധം. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയാൽ ഉടൻ അമ്മ ചോദിക്കും, എടുത്തോ എന്ന് ചോദിക്കും. ഇന്ന് അങ്ങനെ ചോദിച്ചാൽ എന്താ അർത്ഥം? ഭാര്യ ഭർത്താവിനോട് ചോദിക്കാൻ എടുത്തോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? മൊബൈൽ എടുത്തോ അല്ലേ? മൊബൈൽ എടുത്തോ എന്ന് പറഞ്ഞാൽ ഉടൻ അത് അടുത്ത ചോദ്യം ചോദിക്കും, എടുത്തോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചാർജർ എടുത്തോ അല്ലേ? അന്ന് പിന്നെ മൊബൈൽ ഒന്നും ഇല്ലല്ലോ, ചാർജർ ഒന്നുമില്ല. അമ്മ എടുത്തോ എന്ന് ചോദിച്ചാൽ ബൈബിൾ എടുത്തോ എന്നാണ്. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറയാം, അമ്മ എടുത്തിട്ടുണ്ട്. അഭിവന്യ തിരുമനസ്സിരിക്കുന്ന സദസ്സിൽ ഒരു കുംഭസാരം പോലെ വൈദികരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കൽ പോലും ഈ ബൈബിള് തുറന്നു വായിച്ചിട്ടില്ല. എല്ലാ യാത്രയിലും കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും, കുംഭസാരം പോലെ പറയുകയാണ്, ഒരിക്കൽ പോലും ഈ ബൈബിൾ തുറന്നു വായിച്ചിട്ടില്ല. അമ്മ അത് ചോദിച്ചിട്ടുമില്ല, വായിച്ചോ. പക്ഷെ ഒരു അമ്മയുടെ പ്രതീക്ഷ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ മകന് വചനത്തിന്റെ സംരക്ഷണമുണ്ട്, എന്റെ മകന് വചനത്തിന്റെ സാമീപ്യമുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആ അമ്മയുടെ പ്രതീക്ഷ. എന്റെ മകൻ ദൈവത്തോട് ദൈവബന്ധത്തിലാണ് എപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അമ്മയുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട പ്രതീക്ഷയും അത് തന്നെയാണ്. നീ എപ്പോഴും ദൈവവുമായുള്ള സഹവാസത്തിലായിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. നീ വചനം വായിക്കുന്നവനാകണം, വചനം കേൾക്കുന്നവനാകണം, വചനം ജീവിക്കുന്നവനാകണം. ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം വാക്യം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം മനോഹരമായ വാക്യമാണ്. ഇപ്രകാരമാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്ന് പറഞ്ഞാൽ, ദൈവം ഇത്രയും അടുത്തു ജീവിക്കുന്ന മറ്റൊരു ജനതയും ലോകത്തിലില്ല. നീ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നിന്റെ അടുക്കൽ വരുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്റെ സങ്കടങ്ങൾ കാണുന്ന, നിന്റെ വേദനകൾ പേറുന്ന ഈ ദൈവം പോലെ ഒരു ദൈവം ലോകത്തിൽ മറ്റൊരു ജനതയ്ക്കും അവകാശമായി ലഭിച്ചിട്ടില്ല എന്ന് ഒരമ്മ ഒരപ്പൻ മക്കളെ പഠിപ്പിക്കുന്ന ആ മേശയുടെ പേരാണ് എന്ത്? ഡിവൈൻ ടേബിൾ.